ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്നും അനധികൃതമായി മുറിച്ച ചന്ദനമരം കടത്തിയെന്ന് റിപ്പോർട്ട്. ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ ദേവസ്വം കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകി. ഒരാഴ്ച കഴിഞ്ഞിട്ടും കുറ്റക്കാർക്കെതിരെ നടപടിയില്ല. റിപ്പോർട്ടിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. വിപണിയിൽ ലക്ഷങ്ങൾ വിലയുള്ള ചന്ദനമരം മുറിച്ചവരെ വെള്ള പൂശുന്നുവെന്നും ആക്ഷേപമുണ്ട്. ജനം ബ്രേക്കിംഗ്. ശാലിനിയാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ശാലിനി, ഗുഡ് മോർണിംഗ്. എന്തായാലും ചന്ദനമരം കടത്തിയത് കൃത്യമായ തെളിവുകൾ സഹിതം റിപ്പോർട്ട് നൽകിയിട്ട് പോലും നടപടി സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപമാണ് ഉയരുന്നത്. വിവരങ്ങൾ. ആരിശ്രീ, ഒരാഴ്ചയിലധികമായി തിരുവനന്തപുരത്ത് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഇത്തരത്തിൽ ക്യാൻറ്റീന് സമീപമുണ്ടായിരുന്ന ഒരു ചന്ദനമരം മുറിച്ചത്. ചന്ദനമരം മുറിച്ചത് ദുരൂഹതയുണ്ട് എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ, പരാതികൾ ഉയർന്നതിന്റെ അടിസ്ഥാനത്തിൽ അന്നേ ദിവസം തന്നെ വൈകുന്നേരത്തോടു കൂടിയാണ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥരെത്തി മഹസർ തയ്യാറാക്കി അസിസ്റ്റന്റ് കമ്മീഷണർ അത് റിപ്പോർട്ടായി ദേവസ്വം കമ്മീഷണർക്ക് മുൻപാകെ എത്തുന്നത്. ആ റിപ്പോർട്ട് ലഭ്യമായി ഏകദേശം ഒരാഴ്ച പിന്നിട്ടിട്ടും കൃത്യമായ നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ആ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, അതായത് അവിടെ ചന്ദനമരം മുറിച്ചത് സംശയമായി നിൽക്കുകയാണ്. കൂടാതെ തന്നെ ആ ചന്ദനമരത്തിന്റെ അളവുകൾ പരിശോധിക്കുമ്പോൾ, അതിന്റെ ചുറ്റളവ് പരിശോധിക്കുമ്പോൾ ഏകദേശം 36 സെന്റിമീറ്റർ, 26 സെന്റിമീറ്റർ, 34, 21, 16 സെന്റിമീറ്റർ, അങ്ങനെ ഏകദേശം 4-5 പീസുകളോളം ഉണ്ട്. അതിൽ പുല്ലിനടിയിൽ നിന്ന് 2 പീസുകൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ദുരൂഹത നിറയുന്ന രീതിയിൽ ഒളിപ്പിച്ചു വെച്ച രീതിയിലാണ് 2 തടിക്കഷ്ണങ്ങൾ അല്ലെങ്കിൽ ചന്ദനത്തടികൾ കിട്ടിയത്. ഇതിൽ ദുരൂഹതയുണ്ട്. ഇത് മുറിച്ച് കടത്തുക തന്നെയായിരുന്നു ലക്ഷ്യമെന്നുള്ളതാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. കൂടാതെ തന്നെ ആ റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു കാര്യം, ഇതിൽ ചില ഭാഗങ്ങൾ അവിടെ നിന്ന് പോയിട്ടുണ്ട് എന്നുള്ളത് സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൃത്യമായി ഇക്കാര്യത്തിൽ പരിശോധനകൾ നടത്തണം. ഇതിന്റെ അളവുകൾ പരിശോധിച്ച് ഇത് കടത്തിയിട്ടുണ്ടെങ്കിൽ അത് കുറ്റക്കാർക്കെതിരെ നടപടി വേണം എന്നുള്ളതാണ് കമ്മീഷണർക്ക് മുൻപാകെ എത്തിയിരിക്കുന്ന റിപ്പോർട്ട്. പക്ഷേ ആ റിപ്പോർട്ടിന്മേൽ ഇതുവരെയും ഒരു രീതിയിലുള്ള നടപടി ബോർഡ് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ വിഷയത്തിൽ ഔദ്യോഗികമായി ശരിയായ രീതിയിൽ പ്രതികരിക്കാൻ പോലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. എന്തായാലും നമുക്കറിയാം, ഒരു ലാൻഡിൽ നിൽക്കുന്ന ചന്ദനത്തടിയോ അത് മുറിക്കുമ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതി വേണം. അത് സാങ്ഷനായി ദേവസ്വം ബോർഡ് ലാൻഡ് ആയിരിക്കുമ്പോൾ സ്വാഭാവികമായും ദേവസ്വം ബോർഡിന്റെ ഔദ്യോഗിക ഉത്തരവും സർവേയും ഒക്കെ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമായിരിക്കണം ഈ ചന്ദനമരം മുറിക്കേണ്ടത്. ചന്ദനമരം ആയിക്കോട്ടെ, മറ്റ് മരങ്ങളായിക്കോട്ടെ, ചന്ദനമരം ആയതുകൊണ്ടാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും അനുമതി വേണമെന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ അതൊന്നുമില്ലാതെയാണ് ഒരു കരാറുകാരൻ ഇത്തരത്തിൽ മരം മുറിക്കുന്നത്. പക്ഷേ ആ മരം മുറിച്ചതിന് ശേഷം മൈലാഞ്ചി മരമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് മുറിച്ചു എന്നുള്ളതായിരുന്നു അയാളുടെ ന്യായീകരണം. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന പ്രദേശവാസികൾ അടക്കമുള്ളവരുടെ പ്രതികരണം ജനം ടി വി പുറത്തുവിട്ടിരുന്നു. അങ്ങനെയല്ല, അത് ചന്ദനമരമാണ് എന്ന് പറഞ്ഞിട്ടുകൂടി അത് മുറിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഉള്ളൂർ സെക്ഷനിലെ ഒരു ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശാനുസരണമാണ് ഈ മരം മുറിച്ചത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. എന്തായാലും അദ്ദേഹത്തിനെതിരെ പോലും ഒരു രീതിയിലുള്ള നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ആ റിപ്പോർട്ട് അടക്കം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ചില ഉന്നത ഉദ്യോഗസ്ഥർ, ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് കമ്മീഷണർ അടക്കമുള്ളവർ തുടരുന്നത് എന്നുള്ളതാണ്. എന്തായാലും സംഭവത്തിൽ അന്വേഷണം വേണം, ഈ ഗൂഢാലോചന പുറത്തു വരണം എന്നുള്ളതാണ് നിലവിൽ ഉയരുന്ന ആവശ്യം. ഒപ്പം തന്നെ ഈ റിപ്പോർട്ട് വന്നിട്ടും കുറ്റക്കാരെ വെള്ളപൂശുന്ന നടപടിയാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നൊരു ആക്ഷേപം കൂടി ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. എന്തായാലും ദുരൂഹത കൂടുകയാണ്. ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് പോലെ കൃത്യമായി ചന്ദനക്കടത്ത് അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അസിസ്റ്റന്റ് കമ്മീഷണർ നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. ആ റിപ്പോർട്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ നടപടികൾ എടുക്കാതെ മേശപ്പുറത്ത് ഫയലിൽ തന്നെ തുടരുന്നത്. ഹരിശ്രീ.